ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് തന്നു. നിഫ്റ്റിയിൽ എല്ലാം തന്നെ ഏകദേശം 200 പോയിൻറ്റിൻ്റെയും സെൻസെക്സ് 500-ലേറെ പോയിൻറ്റിൻ്റെയും റാലി രേഖപ്പെടുത്തി. HDFC റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസാണ് റാലിക്ക് ചുക്കാൻ പിടിച്ചത്. AE കമ്പനി ആയിട്ടുള്ള ആന്ത്രോപാക്സ് ആയിട്ട് റിലയൻസ് ജോയിൻറ്റ് വെഞ്ചറായിട്ട് പ്രവർത്തിക്കുമെന്നുള്ള ന്യൂസ് റിലയൻസിനെ ഇന്നലെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇന്നലെ US മാർക്കറ്റ് അവധിയായിരുന്നു. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയ രീതിയിൽ ക്ലോസ് നടത്തി. പിന്നീട് നോക്കുകയാണെങ്കിൽ FIs ആണ്. FIs ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. കാണാം, അവർ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 972 കോടി രൂപയുടെ സെല്ല് നടത്തി. അതിന് മുമ്പത്തെ ദിവസം 7300 കോടി രൂപയുടെ സെല്ല് നടത്തി. ഓൾ ടുഗദർ ഈ ഒരു മാസം അവരിപ്പോൾ 2345 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് ഒന്ന് ഇടിഞ്ഞു, $44 ഇടിഞ്ഞു, 4900 ആയി. സിൽവർ $2 ഇടിഞ്ഞു, 74 ആയി. ബിറ്റ് കോയിൻ 68,000, ബ്രന്റ് ഓയിൽ 68, നാച്ചുറൽ ഗ്യാസ് 3 ആണ് 3. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ ആണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പ്ലസിൽ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവായ രീതിയിലാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ US മാർക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് കണ്ടത്. ഈ ഇന്ത്യ US നെഗോസിയേഷനെല്ലാം തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് ഇന്ത്യയിലേക്ക് US പ്രതിനിധിയെല്ലാം തന്നെ വരുന്ന ന്യൂസും നമ്മൾ ഇപ്പോൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഇന്നലെ സ്പൈക്ക് ചെയ്തു. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷനും ഓൾറെഡി ഇന്നലെ സ്പൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ വന്നു, അതും കൂടുതലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല ഇത്. ഹൈവേ ഇൻഫ്ര കമ്പനിയാണ്. കമ്പനി നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്ന് അവർക്ക് 154 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനി 5000 കോടി രൂപയുടെ ഒരു വെസൽ കോൺട്രാക്റ്റ് കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. എംബസി ഡെവലപ്മെൻറ്റ് കമ്പനി ആക്ച്വലി ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റാണ്. പക്ഷേ ഇവർ റെസിഡൻഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക് കടന്നു വരികയാണ്. മുംബൈയിൽ ഒരു ലാൻഡ് അക്യൂർ ചെയ്ത് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാൻ കമ്പനി ധാരണയായി. ഡൽഹി വെറി കമ്പനി 150 ഇലക്ട്രിക്കൽ ബസ്സുകൾ ഡെലിവറി ചെയ്യുന്നൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. TVS സപ്ലൈ ചെയിൻ കമ്പനി 28 ബില്യൻ്റെ ഒരു ഡിഫൻസ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ടെക്സ്മാക്കോ റെയിൽ കമ്പനി 219 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് RVNLൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു. കൂടാതെ തന്നെ റിലയൻസ് കമ്പനി നൈജീരിയയിലേക്ക് ഇവരുടെ FMCG ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ട്രോപ്പിക്കൽ ജനറൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. HFCL കമ്പനിക്ക് 60 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.